നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഈ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും ഇതെന്തു പറ്റിയെന്നോർത്ത് അന്താളിക്കുകയാണ് രാജ്യത്തെ ജനങ്ങൾ. തെരഞ്ഞെടുപ്പിന് പിന്നാലെ സഭയിൽ ഞങ്ങൾ കാണിച്ചു തരുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞപ്പോൾ ഇങ്ങനെ അഴിഞ്ഞാടുമെന്ന് ആരും കരുതിയില്ല. സത്യപ്രതിജ്ഞാ ചടങ്ങ് പോലും അലങ്കോലമാക്കിയ, രാഷ്ട്രപതി എത്തിയ അവസരത്തെ പോലും ബഹളമയമാക്കിയ ഒരു കാലം പാർലമെൻറ്റ് ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. പാർലമെൻറ്റിലെ വാക്പോരിൽ ജയിക്കാൻ പരമശിവന്റെ ചിത്രം ഉയർത്തിക്കാട്ടിയ രാഹുൽ ഗാന്ധി ഹിന്ദുക്കളെ ബോധപൂർവം അപമാനിച്ചു എന്നാണ് BJPയുടെ വാദം. ഹൈന്ദവരെ വെല്ലുവിളിക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തത് എന്ന വിമർശനം രാജ്യത്തുടനീളം ഉയരുകയാണ്. ഇതുവരെ പാർലമെൻറ്റിനെ ഇത്തരത്തിൽ ഏതെങ്കിലും മതബിംബങ്ങളെ അവഹേളിക്കാൻ ആരും ആയുധമാക്കിയിട്ടില്ല, കരുവാക്കിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാണ് ഇന്ത്യയുടെ പാർലമെൻറ്റ് ചരിത്രം. ഒരു തരത്തിൽ BJP ഉന്നയിക്കുന്ന ആരോപണം ശരിയുമാണ്. എന്തിനാണ് ഭഗവാൻ ശിവനെ അനാവശ്യമായി പാർലമെൻറ്റിലേക്ക് വലിച്ചിഴയ്ക്കുന്നത്? ഹൈന്ദവരുടെ ഒരു ആരാധനാമൂർത്തിയെ എന്തിനാണ് രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് രാഹുൽ ഗാന്ധി വലിച്ചിഴയ്ക്കുന്നത്? ഒടുവിൽ രാഹുൽ ഗാന്ധി ഹിന്ദുക്കളെ ഒന്നടങ്കം അപമാനിക്കുന്ന നിലവരെ എത്തി നിൽക്കുന്നു. ഹിന്ദുവെന്ന് അവകാശപ്പെടുന്നവർ വെറുപ്പ് പരത്തുന്നുവെന്നാണ് രാഹുൽ ഗാന്ധിയുടെ മറ്റൊരു പരാമർശം. നിങ്ങൾ ഹിന്ദുവല്ല, ഹിന്ദുവിൻ്റെ പേരിൽ ആക്രമണം നടക്കുന്നു തുടങ്ങിയ രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങളാണ് പാർലമെൻറ്റിൽ ബഹളത്തിലേക്ക് എത്തിയത്. തുടർന്നിടപെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഹുലിൻ്റെ വാക്കുകളെ അപലപിച്ചു. രാഹുലിനെ നിശിതമായി വിമർശിക്കാനും പ്രധാനമന്ത്രി മടിച്ചില്ല. എന്നാൽ താൻ ഹിന്ദുക്കളെയല്ല, നരേന്ദ്രമോദിയെയും BJPയെയുമാണ് ലക്ഷ്യം വച്ചതെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ് തടിയൂരാനാണ് രാഹുൽ ഗാന്ധിയുടെ നീക്കം. പാർലമെൻറ്റിൽ ശിവനെ ഉപയോഗിച്ച് നടത്തിയ ഹീനമായ പരാമർശം ഹിന്ദുക്കളെ ബോധപൂർവം അപമാനിക്കാൻ എന്നാണ് വിലയിരുത്തൽ. രാഹുലിന് പിന്നിൽ ആരായിരിക്കും? പരമശിവനെ ചർച്ചയ്ക്ക് കൂട്ടുപിടിച്ചതിന് പിന്നിൽ ഹിന്ദു വിരുദ്ധ തീവ്രവാദ സംഘടനകളാണോ എന്ന് സംശയിക്കുന്നതിലും തെറ്റില്ല. ഹൈന്ദവരുടെ ഏറ്റവും പ്രധാന ആരാധനാമൂർത്തിയെ വച്ച് രാഷ്ട്രീയം കളിച്ച രാഹുൽ ഇതര മതവിഭാഗങ്ങളുടെ ആരാധനാ ബിംബങ്ങളെ ഒന്ന് തൊടുക പോലും ചെയ്യില്ല. എങ്കിൽ കാര്യങ്ങളാകെ മാറിമറിയും. വോട്ട് ബാങ്ക് ചോരുമെന്ന് പപ്പുമോന് കൃത്യമായി അറിയാം. രാഹുൽ ഗാന്ധി ഇത് ആദ്യമായിട്ടല്ല ഹൈന്ദവ ആരാധനാ ബിംബങ്ങളെ അവഹേളിക്കുന്നത്. രാജ്യത്തുടനീളം യാത്ര നടത്തുമ്പോൾ പലപ്പോഴും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രം ഹൈന്ദവ സ്നേഹം കാണിക്കുന്ന രാഷ്ട്രീയ നേതാവാണ് രാഹുൽ ഗാന്ധി. അയോധ്യയിലെ രാമപ്രതിഷ്ഠയെ അവഹേളിച്ച വ്യക്തി, അയോധ്യയിലെ ശ്രീരാമ ഭഗവാന്റെ പ്രാണപ്രതിഷ്ഠയെ തിരസ്കരിച്ച വ്യക്തിയാണ് രാഹുൽ ഗാന്ധി. എന്നാൽ ഇതര മതവിഭാഗങ്ങളോട് വലിയ പ്രതിപത്തിയാണ് രാഹുൽ ഗാന്ധിക്ക്. അവരെ ഒന്ന് തൊട്ടു നോവിക്കാൻ പോലും രാഹുൽ ഗാന്ധി തയ്യാറാകില്ല. കോൺഗ്രസിൻ്റെ ഒരു നേതാക്കളും തയ്യാറാകില്ല. ഇതര മതവിഭാഗങ്ങളുടെ ആരാധനാലയങ്ങളിൽ, അവരുടെ ആരാധനാ സാഹചര്യങ്ങളിൽ, അവരുടെ എല്ലാ ഉത്സവങ്ങളിലും പങ്കെടുക്കുന്നു കോൺഗ്രസ് നേതാക്കൾ. എന്നാൽ അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ്സുകാർ പങ്കെടുക്കില്ല. കോൺഗ്രസിൻ്റെ മതേതര ബിംബം അങ്ങ് വീണുടഞ്ഞ് പൊളിഞ്ഞു പോകും. കാരണം അത് ഹൈന്ദവരുടെ ക്ഷേത്രമാണ്. ആ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ പോയാൽ മതേതരത്വം പൊളിയും. ഇതര മതങ്ങളുടെ ആരാധനാലയങ്ങളിൽ പോയാൽ മതേതരം പൊളിയില്ല. ഇതര മതസ്ഥരുടെ ആഘോഷങ്ങളിൽ ഉടനീളം പങ്കെടുത്താലും മതേതരം പൊളിയില്ല. പക്ഷേ ഹൈന്ദവരുടെ ക്ഷേത്രങ്ങളിൽ പോയാൽ കോൺഗ്രസിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും സോണിയയുടെയും ഒക്കെ മതേതര ബിംബം പൊളിഞ്ഞു പാളീസായി പോകും. ഇതാണ് രാജ്യത്തെ രാഹുൽ ഗാന്ധിയും രാജ്യത്തെ കോൺഗ്രസും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇതാ പാർലമെൻറ്റിൽ ഹൈന്ദവരുടെ ആരാധനാബിംബങ്ങളിൽ പ്രധാനമായ ഭഗവാൻ ശിവനെ പോലും രാഷ്ട്രീയ നാടകത്തിന് വേണ്ടി കൂട്ടുപിടിക്കുന്ന രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിക്ക് ചൂട്ടുപിടിക്കുന്ന കേരളത്തിലടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാർ എന്തു ഗതികേടാണ് എന്നോർക്കണം. ഇത്തരത്തിൽ ഇതുവരെ ആരും പാർലമെൻറ്റിൽ ഹൈന്ദവ ദൈവങ്ങളെ മുമ്പ് കൊണ്ടുവന്ന് വലിച്ചിഴച്ചിട്ടില്ല. രാഹുലിന് ശിവഭക്തിയോ അതോ പരിഹാസമോ
ചോദ്യങ്ങൾ പൊതുസമൂഹത്തിൽ നിരന്തരമായി ഉയരുകയാണ്. ചുരുക്കി പറഞ്ഞാൽ രാഹുൽ ഇപ്പോൾ നടത്തുന്നത് 2 തരം പൊറാട്ട് നാടകമാണ്. ഒന്ന്, പരമശിവനെ പാർലമെന്റിലെത്തിച്ച് കോൺഗ്രസിലെ ഹൈന്ദവരിൽ ഞാനാണ് വലിയ ഹിന്ദുത്വവാദി എന്നും ശിവഭഗവാനെ പാർലമെന്റിൽ പ്രതിഷ്ഠിച്ചു എന്നും വേണമെങ്കിൽ പറയാം. അവരുടെ കയ്യടി നേടാം. നരേന്ദ്രമോദി ചെങ്കോലാണ് പാർലമെന്റിൽ സ്ഥാപിച്ചതെങ്കിൽ ഞാൻ പരമശിവനെ പാർലമെന്റിൽ പ്രതിഷ്ഠിച്ചു എന്ന് രാഹുലിൻ്റെ ഫാൻസിന് വാഴ്ത്തിപ്പാടാം. അങ്ങനെ കോൺഗ്രസിന് ഹിന്ദുക്കളെ ആശ്വസിപ്പിക്കാം. BJPയുടെ ബി ടീമാവുക അല്ലെങ്കിൽ ഹിന്ദുത്വത്തിൻ്റെ ഓരം പറ്റി നടക്കുക എന്ന അവസാന ശൈലി അടവ് പുറത്തെടുക്കുകയാണ് രാഹുൽ ഗാന്ധിയും കൂട്ടരും. മറ്റൊന്ന്, മുസ്ലിം സമുദായത്തെ സുഖിപ്പിക്കാനുള്ള മറ്റൊരു തന്ത്രം. തൻ്റെ പ്രവൃത്തി വച്ച് ഇത്രയേ ഉള്ളൂ പരമശിവൻ എന്ന് വരുത്തി തീർക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ ശ്രമം. രാഹുൽ ഒന്ന് എടുത്തു വീശിയപ്പോൾ ഹിന്ദു ദൈവം ആടിപ്പോയി എന്നും മോദിയുടെ കുത്തകയല്ല പരമശിവനെന്നും വരുത്താം. പരമശിവന്റെ പടം പാർലമെന്റിൽ കാണിച്ചപ്പോൾ ഇത് വെറും ഒരു ചിത്രമാണെന്നും ഇത് ദൈവമൊന്നുമല്ലെന്നും ശക്തിയൊന്നും തന്നെ ഇല്ലെന്നും ഒക്കെയുള്ള ഹിന്ദുമത വിരുദ്ധരുടെ രീതിയും ആശയവും രാഹുൽ വഴി പരത്തുകയും ചെയ്യാം. എന്തൊക്കെയാണ് കോൺഗ്രസും രാഹുലും ഈ രാജ്യത്ത് കാട്ടിക്കൂട്ടുന്നത്? രാജ്യത്തിൻ്റെ മതേതരത്വത്തിൻ്റെ കടക്കൽ കത്തിവയ്ക്കുകയാണ് രാഹുൽ ഗാന്ധിയും കൂട്ടരും ചെയ്യുന്നത്. 3ാം മോദി സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ പ്രതിപക്ഷ നിരയിൽ കോൺഗ്രസും അല്ലെങ്കിൽ പ്രതിപക്ഷവും ഉണ്ട് എന്നുള്ളത് കേരളത്തിലെ 3ാം മോദി സർക്കാർ അധികാരത്തിലേക്ക് എത്തുമ്പോൾ പ്രതിപക്ഷ നിരയിൽ കോൺഗ്രസും അതുപോലെ ശക്തമായൊരു പ്രതിപക്ഷവും ഉണ്ട് എന്നത് രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ച് ആശ്വാസകരമായ കാര്യമായിരുന്നു. കാരണം ഭരണപക്ഷത്തോടൊപ്പം തന്നെ പ്രതിപക്ഷവും അഭിവാജ്യ ഘടകമാണ്. പ്രതിപക്ഷമുണ്ടെങ്കിലേ ഭരണപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കൃത്യതയുണ്ടാവുകയുള്ളൂ. തിരുത്താൻ എന്നും ഒരു തിരുത്തൽ ശക്തി വേണം എന്ന് രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ വിശ്വസിച്ചു. എന്നാൽ ആ വിശ്വാസമൊക്കെ കാറ്റിൽ പറത്തുകയാണ് രാഹുൽ ഗാന്ധി. ഏതൊക്കെയോ വിദേശ ശക്തികളുടെ പണക്കിലുക്കത്തിൽ അവരുടെ ആജ്ഞാനുവർത്തികളായി രാജ്യത്തിൻ്റെ പാർലമെന്റിനെ പോലും മാറ്റിമറിക്കുന്ന ഒരു സംവിധാനമായി കോൺഗ്രസ് മാറുന്നു, രാഹുൽ ഗാന്ധി മാറുന്നു. രാഹുൽ ഗാന്ധി ഇത്രയൊക്കെ പാർലമെന്റിൽ അഴിഞ്ഞാടുമെന്ന് ആരും തന്നെ കരുതിയിരുന്നില്ല. ഇനി ഒരിക്കലും നരേന്ദ്രമോദിയെ സമാധാനത്തോടെ ഭരിക്കാൻ അനുവദിക്കില്ലെന്ന് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് പിന്നാലെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പറഞ്ഞതാണ്. പക്ഷേ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുത്തൊരു സർക്കാരിനെ പാർലമെന്റിൽ പോലും മര്യാദയ്ക്ക് പ്രവർത്തിക്കാൻ അനുവദിക്കാതെ ഇത്തരത്തിൽ കുടിലതന്ത്രങ്ങളുമായിട്ടാണ് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും രംഗത്തെത്തിയതെന്ന് അന്നുമാരും കരുതിയില്ല. എന്നാൽ ഇപ്പോൾ പ്രവർത്തികളിലൂടെ ഓരോ ദിവസവും രാഹുൽ ഗാന്ധിയും കൂട്ടരും അത് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ജനാധിപത്യ രാജ്യത്തിന് ഭൂഷണമല്ലാത്ത ഒരു പ്രവൃത്തിയാണ് രാഹുൽ ഗാന്ധിയുടെയും കൂട്ടരുടെയും ഭാഗത്ത് നിന്ന് ഇപ്പോൾ പാർലമെന്റിൽ ഉണ്ടായിരിക്കുന്നത്. ജനാധിപത്യ രാജ്യം ഭാരതം ഇതിന് കൃത്യമായ മറുപടി നൽകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.